നീ ശാലിനിയെ കാണാൻ പോയിരുന്നല്ലേ? എനിക്കറിയാടാ നിന്റെ മനസ്സ്. അവളൊരു പാവം അച്ഛാ. നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ശ്യാമയുടെ സീമന്തം നാളത്തേക്ക് നിശ്ചയിച്ചിരിക്കുക. ശാരദാമ്മയെ ഞാൻ വിളിക്കും. ശാരികയെ. അമ്മ അപ്പം ശാലിനിയെ ശ്യാമേ, താൻ ഇവിടെ വന്ന് നിൽക്കുക. എന്താടോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? ഏയ്, എന്താടോ, എന്തു പറ്റി? എടോ, താൻ കാര്യം എന്താന്ന് വെച്ചാ പറയേ. കുഞ്ഞേച്ചി. ഓ, ശാലിനി തന്റെ സീമന്തത്തിന് വിളിക്കാതാണോ പ്രശ്നം? അതൊരു നിസ്സാര കാര്യമാണോ? എന്റെ സീമന്തത്തിന് വേറെ ആര് വന്നില്ലെങ്കിലും വരേണ്ടത് കുഞ്ഞേച്ചിയല്ലേ? എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും കാരണക്കാരി ആരാ? കുഞ്ഞേച്ചി. നമ്മുടെ കല്യാണത്തിന് ശേഷം അഹങ്കാരം കൊണ്ട് തന്നിഷ്ടം കൊണ്ട് കണ്ണുമൂടി പെരുവഴി നിൽക്കുമായിരുന്നു ഞാൻ. അന്ന് എന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തിയത് ആരാ? ഈ കുഞ്ഞേച്ചിയാ. അന്നേ കുഞ്ഞേച്ചി പറഞ്ഞു നിന്റെ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന്. അന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായില്ല. കയ്യിലിരിക്കുന്നത് മാണിക്കക്കല്ലാണെന്നും വലിച്ചെറിഞ്ഞ് കളയരുതെന്നും പറഞ്ഞു. എന്നിട്ടും വലിച്ചെറിഞ്ഞ് കളയാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷെ കുഞ്ഞേച്ചി സമ്മതിച്ചില്ല. എന്റെ ആക്ഷേപവും നിന്നയും പരിഹാസവും എല്ലാം സഹിച്ച് രോഹിത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് നിന്നു. അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല കുഞ്ഞേച്ചി എന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നേന്ന്. ഞാൻ ദീപകിനെ കാണാൻ പോയതും ആത്മഹത്യക്ക് ശ്രമിച്ചതും സത്യം അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ കുഞ്ഞേച്ചി ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ടൻ കള്ളം പറഞ്ഞത്. ആ കള്ളം തിരുത്തി പറയാൻ കുഞ്ഞേച്ചിക്ക് ഒരു അവസരം കിട്ടിയില്ല. എങ്കിലും സത്യമ്മ വീടിന് പുറത്താക്കുന്ന ഘട്ടം വന്നപ്പോ കുഞ്ഞേച്ചിക്ക് സത്യം തുറന്നു പറയായിരുന്നു. അതിനു പകരം സ്വന്തം ജീവിതം കൂടി തകർത്തിട്ട് എന്തിനാ ഈ വീടിന്റെ പടിയിറങ്ങി പോയത്? എനിക്ക് വേണ്ടി, എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞ സ്വപ്ന തുല്യമായ ജീവിതമാ എനിക്ക് രോഹിത്തിനൊപ്പം. ആ ജീവിതം ദാനം തന്നതാരാ? കുഞ്ഞേച്ചിയാ. ആ കുഞ്ഞേച്ചി ഇല്ലാതെ എനിക്കൊരു സീമന്തം വേണ്ട. ഞാൻ സത്യമ്മയോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ശ്യാമേ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ കുഞ്ഞേച്ചിക്ക് കിട്ടാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ശ്യാമേ, നിക്ക്. തന്റെ ഈ ഭ്രാന്ത് തന്നെയാ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. തന്റെ ഈ പക്വതയില്ലാത്ത പെരുമാറ്റം, എടുത്തുചാട്ടം, പിന്നെ വെപ്രാളം, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്റെ കുഞ്ഞേച്ചിക്ക് ഗർഭിണിയാണെന്ന് കള്ളം പറയേണ്ടി വരില്ലായിരുന്നു. ആ കള്ളം തിരുത്തി പറയാൻ പറ്റാതെ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനി താൻ ചെന്ന് സത്യമെടുത്ത് പറയേ തനിക്ക് വേണ്ടിയാ ശാലിനി കള്ളം പറഞ്ഞതെന്ന്. താൻ ദീപകിനെ കാണാൻ ഞാൻ കഴുത്തി കെട്ടിയ താലിയുമായിട്ട് ഇറങ്ങിച്ചെന്നെന്ന്. അവൻ തഴഞ്ഞതിന്റെ സങ്കടത്തിലാ ആത്മഹത്യ ചെയ്യാൻ ഒരു കാറിന് മുന്നിൽ ചെന്ന് ചാടിയതെന്ന്. അതോടെ എല്ലാവരും സുഖമായും സന്തോഷമായും ജീവിക്കുമല്ലോ അല്ലേ? താനും ഞാനും തന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയെല്ലാം. എടോ, തന്റെ കുഞ്ഞേച്ചി ഇപ്പോഴും എല്ലാം സത്യാമ്മയോട് പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. സത്യാമ്മ അറിയാതെ തന്നെ എല്ലാം രമ്യമായി പരിഹരിക്കാനും
എല്ലാവരും സന്തോഷമായി ജീവിക്കാനും വേണ്ടിയാ. അതിനുവേണ്ടിയാ അഗ്നിപരീക്ഷകളെയും അപമാനങ്ങളെയും എല്ലാം അതിജീവിച്ച് ശാലിനി പിടിച്ചു നിന്നത്. അതാണോ താൻ അവസാന നിമിഷം തല്ലി തകർക്കാൻ പോകുന്നത്? ഞാൻ അത് എടോ, സത്യം ഇപ്പൊ ഒന്നും അറിയണ്ട. എല്ലാം സന്തോഷമായി തന്നെ കലാശിക്കട്ടെ. എനിക്കൊന്നും അറിയില്ല. ഇനി ശാലിനിയെ സീമന്തത്തിന് വിളിക്കാത്താണ് പ്രശ്നമെങ്കിൽ അതിനും പോംവഴിയുണ്ടോ? സത്യമ്മ പറഞ്ഞത് അന്തിമ തീരുമാനമൊന്നും അല്ലല്ലോ. തന്റെ കുഞ്ഞേച്ചിയല്ല ശാലിനി. അവര് കൂടി ഇല്ലാതെ എങ്ങനെയാ സീമന്തം നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം. സത്യാമ്മയെ കൊണ്ട് തന്നെ നമുക്ക് ശാലിനിയെ സീമന്തത്തിന് ക്ഷണിപ്പിക്കാം. എനിക്ക് ഉറപ്പാടോ ശാലിനി ഉണ്ടായിരിക്കും ഈയിടെ സീമന്തത്തിന്. നമുക്ക് ഈ കുഞ്ഞിനെയും നമുക്ക് നല്ലൊരു ജീവിതവും എല്ലാം തന്നത് ശാലിനിയല്ലേ? ശ്യാമയുടെ സീമന്തത്തിന് പോകുന്നുണ്ട് രണ്ടാളും. നിന്നെ വിളിക്കാത്തടത്ത് എങ്ങനെയാടി ഞങ്ങൾ രണ്ടാളും? എന്നെ വിളിച്ചില്ല, സമ്മതിച്ചു. ക്ഷണമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പോകുന്നുമില്ല. പക്ഷെ നിങ്ങളെ രണ്ടാളും ക്ഷണിച്ചില്ലേ? പോകാതിരിക്കുന്നതിന് എന്താ ന്യായം? നിന്നെ വിളിച്ചിട്ടില്ല, അത് തന്നെയാ കാരണം. ശാരിയച്ചേ, അതൊരു ന്യായമാണോ? ശാരിയച്ചയുടെ കുഞ്ഞു അനുജത്തിയല്ലേ ശ്യാമ, അമ്മയുടെ ചെല്ലക്കുട്ടി. നോക്ക്, ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞാവ ഉണ്ടാവാൻ പോവുക. അപ്പൊ അമ്മയും വലിയച്ചി ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആദ്യ പ്രസവത്തിന്റെ സമയത്താ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവളുടെ ഭർത്താവ് മാത്രമല്ല, അമ്മയും സഹോദരങ്ങളും ഒക്കെ കൂടെ വേണം. അവൾക്ക് വേണ്ട കാവലും കരുതലും ആശ്വാസവും സാന്ത്വനവും ഒക്കെ കൊടുത്ത് കൂടെ നിൽക്കണം. അതേപോലെ കാവലും കരുതലും കൊടുക്കണ്ട നിന്നെ എന്താ ക്ഷണിക്കാത്തേന്നാ ഞങ്ങൾ ചോദിക്കുന്നേ. ക്ഷണിക്കുന്നത് അവളാണോ ശാരിയേച്ചി? സത്യാമ്മയല്ലേ ചടങ്ങ് നടത്തുന്നേ? എന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവൾക്കത് അവിടെ പറയാൻ പറ്റുമോ? അവിടെ എന്റെ പേര് പറയുന്നത് പോലും വിലക്കിട്ടുണ്ടാവും സത്യാമ്മ. എന്നെ ക്ഷണിക്കാത്തതില് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എനിക്കറിയാം. ആ കൂട്ടത്തില് നിങ്ങളും കൂടി ചെല്ലാതിരുന്നാലോ? നോക്ക്, എന്നെ ക്ഷണിച്ചാലേ നിങ്ങളും കൂടി പോവുള്ളൂ എന്നുള്ള ഉപാധിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ ക്ഷണിച്ചതേ ശാലിനിയുടെ അമ്മയും ചേച്ചിയാ അല്ല, ശ്യാമയുടെ അമ്മയും ചേച്ചിയാ. നോക്ക്, അങ്ങനെ ബന്ധത്തിലൊരു വിള്ളലുണ്ടായ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, അവളെ എവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം. ഇതിപ്പോ സത്യാമ്മ ആയതുകൊണ്ടാ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശ്യാമെ കല്യാണം കഴിച്ചയച്ചത് വേറൊരു വീട്ടിലേക്കായിരുന്നെങ്കിലോ? ആ വീട്ടുകാരും ശാലിനിയെ സീമന്തം ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ന് കരുതി നിങ്ങളെ രണ്ടാളും പോവാതിരിക്കോ? കഴിഞ്ഞു പോയ സംഭവങ്ങള് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. അവള് കാരണോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നും അവള് കാരണം എന്റെ ജീവിതം തകർന്നു നോക്കിയുള്ള കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ടാവും. നോക്ക്, അതിനിടയില് നിങ്ങള് അവളെ സീമന്ത ചടങ്ങിൽ ഒറ്റയ്ക്കാക്കി കളയണോ? നോക്കമ്മേ, ഇപ്പോ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ടതല്ലേ അവള്? മതി, നിർത്ത്. ഞങ്ങള് പൊക്കോളാം സീമന്തത്തിന്, പോരെ? അമ്മേ, ഇനി ഇതിനെ ചൊല്ലിയൊരു തർക്കമൊന്നും വേണ്ട. ഇവള് പറഞ്ഞത് തന്നെയാ ന്യായം. ഞാൻ പറയേണ്ട വാക്കുകളാ ഇവള് പറഞ്ഞത്. എന്നാലും അമ്മ. ഒന്നുമില്ല, നിർത്ത്. നിങ്ങൾ വരുന്നുണ്ടോ? ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ
വിഷ്ണുട്ടൻ വന്നത് എന്നെ കൊണ്ടുപോകാനല്ലെന്ന് മാത്രം പറയില്ലേ? അത് മാത്രം. വിഷ്ണു, ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയല്ലേ? എന്താ, എന്തു പറ്റി? എന്താടാ ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു മംഗളകർമ്മം നടക്കാനുള്ള വീടാ ഇത്, മരണ വീടല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് അത് പറയാം. ഒന്നും പറയാനല്ല ഭാമേ, പറഞ്ഞാൽ നിനക്കൊട്ട് മനസ്സിലാവത്തൂല്ല. ശരി, രാഘവേട്ടനൊന്ന് പറഞ്ഞു നോക്ക്, മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണ ആരായാലും. സർ, എന്താ, ആർക്കൊന്നും പറയാനില്ലേ? ഒരു തർക്കം വേണ്ട സത്യാമ്മേ. ചടങ്ങിന് ആളുകളെ ക്ഷണിക്കുന്ന കാര്യമാ അച്ഛൻ ഉദ്ദേശിച്ചത്. ആളുകളെ ക്ഷണിക്കുന്ന കാര്യോ? വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ക്ഷണം കഴിഞ്ഞല്ലോ. ആളുകൾ അല്പസമയത്തിനകം എത്തി തുടങ്ങുകയും ചെയ്യും. പിന്നെ ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്? ഭാമേ, നീ കണ്ണടച്ചിട്ടാക്കല്ലേ. ശാലിനെ ക്ഷണിക്കുന്ന കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിന്റെ മൂത്ത മരുമകളെ, അവളാ ഒരേട്ടത്തമ്മയുടെ സ്ഥാനത്ത് നിന്നേ ശ്യാമയുടെ സീമന്തം നടത്തേണ്ടത്. അവള് ശ്യാമയുടെ സ്വന്തം കൂടപ്പുറപ്പാണെന്നുള്ളത് നീ മനസ്സിലാക്കണം. വിഷ്ണുവിന്റെ ഭാര്യയായിട്ടല്ലെങ്കിലും ശ്യാമയുടെ ചേച്ചിയായിട്ട് നിന്ന് അവൾക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ട്. ശാലിനി അല്ലേ? രാഘവേട്ട, മുമ്പേ ഈ പേര് ഊഹിച്ചെടുക്കാത്തതിന് എന്നെ സംശയിക്കില്ലേ? നിങ്ങൾക്കൊക്കെ ആ പേര് എന്റെ മുന്നിൽ പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ വെറുതെ അങ്ങ് വിചാരിച്ചു. അതേസമയം ഇവിടുത്തെ സെർവന്റും കാര്യസ്ഥനും അടക്കം ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അത് അവൾക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കാനുള്ള ബുദ്ധിയും എനിക്കില്ലാതെ പോയി. അല്ല, ശ്യാമയും പ്രീതി എവിടെ? അവരെ കൂടെ കൂട്ടായിരുന്നു മാസ് പെറ്റീഷൻ നൽകുമ്പോ. അതല്ലെങ്കിൽ അവളുടെ അമ്മയുണ്ടല്ലോ, ശാരദാമ്മ, മുകളിലത്തെ നിലയില്. അവരെയും കൂടെ വിളിക്കേ. രാഘവേട്ട, മറ്റൊരു സീമന്തത്തിന് ഈ മുറ്റത്ത് പന്തൽ ഉയർന്നിട്ട് അധികം നാളായിട്ടില്ല. അത് അവളുടെ ശാലിനിയുടെ സീമന്തത്തിനായിരുന്നു.
പൊന്നും പട്ടും കൊടുത്ത് ഞാൻ അവളെ അണിയിച്ചൊരുക്കി. തോളോട് ചേർത്ത് പിടിച്ചല്ല, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാ ഞാൻ അവളെ സീമന്ത ചടങ്ങിന് കൊണ്ടിരുത്തിയത്. എന്റെ മകന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അവളെ സ്നേഹം കൊണ്ടാ പൊതിഞ്ഞത്. അതിനനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിന്ന് തരുമ്പോഴും അവൾ ഉള്ളിൽ ചിരിക്കായിരുന്നു. കേമിയാണെന്ന് നടിക്കുന്ന ഈ സത്യഭാമയെ ഞാൻ വിഡ്ഢിയാക്കുകയാണല്ലോ എന്നോർത്ത്. ഭാമേ, എന്റെ മകനും അതിന് കൂട്ടുനിന്നു. അത് ശാലിനിയുടെ സാമർഥ്യം. അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു എന്റെ മകന് വേണ്ടത്. അതായിരുന്നു എന്റെ സ്വപ്നവും. പക്ഷേ ശാരദാമ്മയുടെ സ്വപ്നം മകൾ കളക്ടർ ആവണമെന്നായിരുന്നു. രണ്ടും കൂടി എന്തായാലും ഒരുമിച്ച് നടക്കില്ലല്ലോ. അപ്പൊ അവളെന്താ ചെയ്തത്? ഭർത്താവിന്റെ അമ്മയല്ല, സ്വന്തം അമ്മയാണ് ശരിയെന്ന് ഇവനെ അങ്ങ് ബോധ്യപ്പെടുത്തി. അവളുടെ ആഗ്രഹം നടക്കാൻ എന്റെ മകനെ കൊണ്ട് എന്നോട് കള്ളം പറയിപ്പിച്ചു. അമ്മ അത് അമ്മയുടെ എത്ര വർഷം പറഞ്ഞു? അത് അങ്ങനെയൊന്നും അല്ല. ഓഹോ, നിന്റെ വായിൽ നാവുണ്ടോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ ബോധ്യമായി ഉണ്ടെന്ന്. വിചാരണയും അന്തിമ വിധിയും കഴിഞ്ഞ് ദയാഹർജിയും തള്ളിയൊരു കേസിൽ പരാതി കൊടുക്കുന്നത് പോലെ ഇത്. പരാതിക്കാരുടെ മുഖം മാറിയാലും സത്യഭാമയുടെ തീരുമാനം മാറാൻ പോകുന്നില്ല. ശാലിനിക്ക് മാപ്പില്ല. സത്യമേ, ഞങ്ങൾ പറയുന്ന ഒന്ന്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം, വേണമെങ്കിൽ അനുസരിക്കുകയും ചെയ്യാം. അവളുടെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ. രാഘവേട്ടൻ പറഞ്ഞല്ലോ, വിഷ്ണുവിന്റെ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിലും ശ്യാമയുടെ ചേച്ചി എന്ന നിലയിൽ ശാലിനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവകാശവും അധികാരവും ഉണ്ടെന്ന്. എങ്കിൽ ക്ഷണിക്കാതെ തന്നെ അവൾ ഇവിടെ വരണം. എന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടാവണം അവൾക്ക്. കാണട്ടെ ഞാൻ. ഉണ്ടാവില്ല രാഘവേട്ട, ഉണ്ടാവില്ല. എന്നെ ഈ നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ നാണം കെടുത്താൻ ഞാൻ അവളോട് എന്ത് തെറ്റാ ചെയ്തെന്ന് അവൾ എന്നോട് പറയണം. അവളെ കണ്ണടച്ച് വിശ്വസിച്ചത് എന്റെ കുറ്റമായിരുന്നു എന്ന് അവള് പറയണം എന്നോട്. എനിക്കുണ്ടായ മാനക്കേട്, ജീവിത അവസാനം വരെയുള്ള അഭിമാനക്ഷേത്രം, അത് പരിഹരിക്കാനുള്ള മാർഗവും അവിടെ തന്നെ എനിക്കത് പറഞ്ഞു തരണം.